ഹേ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റിൽ നമ്മൾ ദുൽഖറിൻ്റെ 41ാമത്തെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ശ്രീ ശ്രീ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ പൂജ ഹെഡ്ജും ദുൽഖറിൻ്റെ ഈ കാണുന്ന ഒരു ഫസ്റ്റ് ലുക്കാണ്. ഒരു കോളേജ് കാലഘട്ടത്തിൻ്റെ ഒരു സീനാണിത് കാണിച്ചത്. അപ്പോൾ എന്തായാലും നല്ലൊരു രസകരമായിട്ടുള്ള പോസ്റ്റർ തന്നെയാണ്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറേ നാളായിട്ട് നമ്മുടെ ധനുഷ് ഇൻറ്റു വി എന്നൊരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലെ വി നമ്മുടെ വെട്രിമാരനാണ്. അപ്പം ധനുഷും വെട്രിമാരനും അങ്ങനെ ഒന്നിക്കുകയാണ്. ചിത്രത്തിൻ്റെ പേര് തമിഴ് മുരുകൻ എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു വെട്രിമാരൻ ചിത്രം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അയാം ഗെയിമും നമ്മുടെ ഗലീഫയും അങ്ങനെ ക്ലാഷിന് ഒരുങ്ങുകയാണെന്ന് ഒന്നും കൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നഹാസും വൈശാഖും രണ്ട് സിനിമയുടെ സംവിധായകർ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ അവർ പങ്കുവച്ചിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഒരു കോമൺ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റർ ചമൻ ചാക്കോയാണ് രണ്ട് സിനിമയുടെ. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ഹീറോ എന്ന ചിത്രം, അതായത് അർജുൻ ദാസും സാൻഡി മാസ്റ്ററും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൻ്റെ തേർഡ് ലുക്കാണിത്. അപ്പോൾ ഇതിന് മുന്നുള്ള ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. ഇത് ചിത്രത്തിൻ്റെ തേർഡ് ലുക്കാണ്. തലവൻ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നമ്മുടെ ജിസ് ജോയ് ആസിഫ് അലി കോംബോ വീണ്ടും വരികയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. UK ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് നമുക്കൊരു വാർത്ത ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനനായകൻ അങ്ങനെ 24-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ KVM പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് മിക്കവാറും ഇന്നേ ദിവസം തന്നെയാണ് വരാൻ ചാൻസ്. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന മൂവിയിലെ തളി റോമലെ എന്ന ഗാനത്തിൻ്റെ ഫുൾ വീഡിയോ സോങ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഏതാണ്ട് 5 മിനിറ്റോളം ഉണ്ട് ഗാനം. അപ്പോൾ കാണാൻ താല്പര്യമുള്ള എന്തായാലും പോയി കാണാം. ഇന്നത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.